പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന ചാനലിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയെ കർത്താവ് ഒരുക്കുന്ന വലിയ അവസരങ്ങൾ ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്യും. എല്ലാവരും ആയിരിക്കുന്നത് ക്ഷേമത്തോടും സൗഖ്യത്തോടും ആയിരിക്കുന്നെന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ ചില സമയങ്ങൾ, ചില പരീക്ഷണങ്ങൾ, ചില പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതമാകുന്ന പടകിന് നേരെ അണിഞ്ഞടിക്കുമ്പോൾ നമുക്കൊരു ചിന്ത വന്നേക്കാം, കർത്താവ് എന്നെ കൈവിട്ടോ, കർത്താവ് എന്നെ അറിയുന്നില്ലേ, കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത്? ഞാൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല, ഞാൻ ആർക്കും എതിരെ നിന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഈ പരീക്ഷണങ്ങളിലൂടെ, ഈ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തൊരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, തനാരെയും പരീക്ഷിക്കുന്നതും ഇല്ല. അപ്പം സർവശക്തനായ ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. അഥവാ ദോഷങ്ങൾ, നമുക്ക് തോന്നുന്ന ദോഷങ്ങളാൽ ചില പരീക്ഷകൾ നമ്മുടെ നേരെ വരുന്നു എങ്കിൽ ഓർത്തോ, അതിനപ്പുറമായി നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ കരം പിടിക്കുവാൻ വലിയവനായ ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യോബിന്റെ ജീവചരിത്രത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. യഹോവ പോലും സാക്ഷ്യം പറഞ്ഞൊരു ദൈവമനുഷ്യനാണ് യോബ്. പക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഒരു സമയം താൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് തോന്നി. കാരണം തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തുകളും നശിച്ചു, ഇല്ലായ്മയായി. തൻ്റെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന, തൻ്റെ ദൈവത്തോടുള്ള ബന്ധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ഏറിയ പരീക്ഷകൾ തൻ്റെ ജീവിതത്തിന് നേരെ, തൻ്റെ കുടുംബത്തിന് നേരെ, തൻ്റെ സമ്പത്തിന് നേരെ ആഞ്ഞടിക്കുവാനിടയായിത്തീർന്നു. ആ സമയങ്ങളിലൊക്കെ തനിക്ക് കൂടെ നിൽക്കേണ്ടവർ, തൻ്റെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കേണ്ടവർ പലപ്പോഴും തന്നെ കുറ്റപ്പെടുത്തുകയും തന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നേരെ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് വേദന കൂട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂടെ നിൽക്കേണ്ട പലരും, നമ്മുടെ ചേർന്ന് നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കേണ്ടവർ പോലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. പക്ഷേ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും നമ്മെ മാറ്റി നിർത്താത്ത, നമ്മെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരു അരുമനാഥൻ, പ്രാണനാഥൻ നമുക്ക് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ ജീവിതത്തിന് നേരെ താൻ പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ നേരിട്ടു. താൻ പ്രാർത്ഥിക്കുന്നവരാണ്, തൻ്റെ തലമുറകൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നവനാണ്, ദോഷം ചെയ്യാത്തവൻ, നിഷ്കളങ്കൻ, അവൻ എന്നിങ്ങനെ നിരവധി ദൈവപ്രിയനായ ഒരു മനുഷ്യൻ. പക്ഷെ തൻ്റെ നേരെ താൻ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിസന്ധി നേരിട്ടു. അപ്പോൾ നമ്മുടെ നേരെ നേരിടുന്ന ചില പ്രതിസന്ധികൾ നമ്മെ തകർക്കാനാണെന്നും നാം കൊടും പാപിയാണെന്നും മുദ്രകുത്തി നമ്മെ വിലയിരുത്തുന്ന ഒരുപാട് പേർ, ഒട്ടനവധി പേർ കാണും. അതിൻ്റെ നടുവിൽ ആ വിശ്വത്തിൽ നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പോയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പലരും കുറ്റപ്പെടുത്തുന്നത്, നിനക്ക് ഈ ഗതി വന്നത്, നീ ഇങ്ങനെ ആകാൻ കാരണം, നീ നന്നാകാത്തതിന്റെ കാരണം, ഇതൊക്കെയാ നിന്നെ ദൈവത്തിന് പോലും വേണ്ടെന്നൊക്കെ പലരും വിലയിരുത്തി കളയും. ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല കേട്ടോ. യോബിനോട് ചോദിച്ചാൽ യോബ് പറയും,
എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില പ്രതിസന്ധികൾ, ചില പരീക്ഷണങ്ങൾ നേരിട്ടത്. ഒന്നിനു പുറകെ ഒന്നായി സകലതും തകർച്ച കണ്ടു. ഒന്നിനു പുറകെ ഒന്നായി സകലതും നഷ്ടപ്പെട്ടു. അതിൻ്റെ നടുവിലും ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ വിച്ഛേദിക്കപ്പെടാതെ അത് മുറുകെ പിടിച്ചതുകൊണ്ട് ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത നല്ല കർത്താവ് എന്തൊക്കെ തനിക്ക് നഷ്ടമായോ, എന്തൊക്കെ പരീക്ഷണങ്ങളിലൂടെ ആമേൻ സ്തോത്രം തനിക്ക് നഷ്ടപ്പെട്ടോ, അതൊക്കെ തനിക്ക് ഇരട്ടിയായി മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ചില പരീക്ഷണങ്ങൾ രോഗമായിട്ടാകാം, ഒറ്റപ്പെടത്തലുകളാകാം, കടക്കെണികളാകാം, എന്നിങ്ങനെ ഒട്ടനവധി ഫേസിലൂടെ നാം പ്രോബ്ലങ്ങൾ, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മെ കൈവിട്ടെന്നല്ല, ഒരിക്കലും ഞാൻ രക്ഷപ്പെടത്തില്ലെന്നല്ല, ഒരിക്കലും എനിക്കൊരു വിടുതൽ കിട്ടത്തില്ലെന്നല്ല. അധികം മഹത്വത്തോടെ, അധികം പ്രതാപത്തോടെ മടക്കി അവൻ നൽകുന്ന നല്ലൊരു കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കത്തില്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചുറ്റുപാടുള്ളവർ, കൂടെ നിൽക്കേണ്ടവർ പലപ്പോഴും പറഞ്ഞേക്കാം, നീ വലിയ പാപിയാണ്, നീ കൊള്ളരുതാത്തവനാണ്, നീ ശരിയല്ല, അതുകൊണ്ടാണ് നിനക്ക് ഇത് വന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നടുവിൽ പതറിപ്പോകാതെ ഈ തിരുവചനത്തെ മുറുകെ പിടിക്കണം. എൻ്റെ ദൈവം എന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. മനുഷ്യന്റെ വാക്കുകൾ പലപ്പോഴും എന്നെ തളർത്തിക്കളയാറുണ്ട്. മനുഷ്യന്റെ ചിന്തകൾ എന്നെ ഒതുക്കി നിർത്താറുണ്ട്. മനുഷ്യന്റെ വിലയിരുത്തലുകൾ എന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ എന്നെ ഒറ്റപ്പെടുത്താത്ത, എന്നെ മാറ്റി നിർത്താത്ത, എന്നെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു അരുമനാഥൻ എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. തിരുവചനം നമ്മോട് ഇന്ന് ഈ സമയത്ത് പറയുന്നു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ദോഷങ്ങൾ, ചില പ്രതിസന്ധികൾ അങ്ങയുടെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ദൈവം വിളിച്ചിറക്കി തിരിച്ച ഇസ്രായേൽ മക്കൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെങ്കടലിന്റെ മുൻപിൽ വന്നു നിന്നപ്പോൾ, ചെങ്കടലിലാണ് അവരുടെ അവസാനം, ചെങ്കടലുകൾ കൊണ്ട് അവർ അവസാനിക്കുകയാണെന്ന് ചിന്തിച്ചത്. പക്ഷെ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത നല്ല കർത്താവ് ചെങ്കടലിനകത്ത് പാതയൊരുക്കുവാനിടയായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ചെങ്കടല് പോലെ വഴിമാറാത്ത സ്തോത്രം മുന്നിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ചില പരീക്ഷണങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങൾ, ചില കടക്കെണികൾ നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കാം, നമ്മെ വല്ലാതെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ നടുവിൽ ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവ് ഇടപെടുന്നു. ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത കർത്താവ് ആ പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ, നമ്മെ ചേർത്ത് പിടിക്കുവാൻ ഇറങ്ങി വരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, ദൈവത്തോടുള്ള ബന്ധത്തെ മുറുകെ പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.